Hello aspirants, welcome to Visham Academy. Economics, CRR, SLR, report, reverse report rate തുടങ്ങിയ ടോപ്പിക്സ് നോക്കാമെന്ന് പറഞ്ഞിരുന്നു. So let's go to CRR. CRR is cash reserve ratio. അതായത് കൊമേഴ്ഷ്യൽ ബാങ്ക്സ് കുറച്ച് പെർസെൻറ്റേജ് ഓഫ് എമൗണ്ട് അല്ലെങ്കിൽ കുറച്ച് പെർസെൻറ്റേജ് ഡെപ്പോസിറ്റ് ചെയ്ത് വെച്ചിരിക്കണം RBIയുമായിട്ട്. ഇറ്റ്സ് ടൈപ്പ് ഓഫ് സെക്യൂരിറ്റി. അപ്പോൾ കുറച്ച് പെർസെൻറ്റേജ് ഡെപ്പോസിറ്റ് വെക്കണം എന്ന് പറയുമ്പോൾ അത് 6-7 റേഷ്യോ ഇൻ പെർസെൻറ്റേജ് ആയിരിക്കും. ഓക്കെ, കൊമേഴ്ഷ്യൽ ബാങ്ക്സ് ഷുഡ് കീപ് സർട്ടൻ പെർസെൻറ്റേജ് ഓഫ് ദ ഡെപ്പോസിറ്റ്സ് വിത്ത് RBI ആസ് സെക്യൂരിറ്റി. അപ്പോൾ CRR എന്ന റിലേഷൻ കൊമേഴ്ഷ്യൽ ബാങ്ക്സും RBIയും തമ്മിലുള്ള റിലേഷനാണ്. So RBI guarantees the people to deposit money in commercial banks. അതായത് ഒരു സെക്യൂരിറ്റി. അപ്പോൾ കൊമേഴ്ഷ്യൽ ബാങ്ക് RBIയുമായിട്ട് ഒരു സെക്യൂരിറ്റി വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സോ വി ക്യാൻ ട്രസ്റ്റ് ദോസ് ബാങ്ക്സ് ഈസിലി, റൈറ്റ്? അപ്പോൾ 6-7 റേഷ്യോ ഇൻ പെർസെൻറ്റേജ് ആയിരിക്കും. ബാങ്ക് അസറ്റ് ലിക്വിഡ് ക്യാഷിലായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഈ ബോറോ ചെയ്യുന്ന മണി RBI കൂട്ടും തോറും പെർസെൻറ്റേജ് ഓഫ് CRR എന്നുള്ളത് കുറഞ്ഞുകൊണ്ട് വരും. When RBI increases the money of borrow, then the percentage of CRR will be decreases. അതായത് ക്രെഡിറ്റ് കുറയുന്ന സമയത്ത് CRR കൂടും. So there are two statements. CRR increases if it wants to decreases the credit. അപ്പോൾ ക്രെഡിറ്റ് കുറയ്ക്കണം എന്നുണ്ടെങ്കിൽ CRR നമുക്ക് ഇൻക്രീസ് ചെയ്തിരിക്കണം. In the same manner, CRR decreases if it wants to increase the credit. ഇനി നെക്സ്റ്റ് SLR, that is statutory liquid ratio. ഇവിടെ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ, SLRും ക്രെഡിറ്റും ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. CRRും ക്രെഡിറ്റും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. CLR ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് ക്രെഡിറ്റും ഇൻക്രീസ് ചെയ്യും. അപ്പോൾ RBI സജസ്റ്റ് certain amount of money as to stay as liquid for their needs or to give money for borrow. അപ്പോൾ RBI കുറച്ച് എമൗണ്ട് ലിക്വിഡായിട്ട് വെക്കാൻ വേണ്ടിയിട്ട് സജസ്റ്റ് ചെയ്യും. എവ്രി ബാങ്ക് ഷുഡ് കീപ്പ് എ സർട്ടൻ പെർസെൻറ്റേജ് ഓഫ് മണി ആസ് ലിക്വിഡ് കറൻസി ടു മീറ്റ് ദ ഡിമാൻഡ് ഡെപ്പോസിറ്റ്സ് ഓഫ് ഇറ്റ്സ് കസ്റ്റമർ. അതാണ് നമ്മളിപ്പോൾ ലോൺ എടുക്കാൻ വേണ്ടി നമ്മൾ ഏതെങ്കിലും ബാങ്കിൽ പോകുന്ന സമയത്ത് അവർക്ക് പെട്ടെന്ന് എടുത്തു തരാൻ പറ്റുന്ന റീസൺ ദേ കീപ് സർട്ടൻ എമൗണ്ട് ആസ് ലിക്വിഡ്. Thus, they can fulfill our demand deposits of the customer. So this is known as SLR. The next repo rate and reverse repo rate എന്താണെന്ന് നോക്കാം. Repo rate എന്ന് പറയുന്നത് RBI to commercial bank ആണ് repo rate. അതായത് repurchase of rate which is in one way, that is repo rate. Repurchase ചെയ്യുന്ന സമയത്ത് commercial bank lends more money, that is lending more money. For example, the definition is RBI will repurchase the government securities from commercial bank. നമ്മൾ CRRലും SLR സെക്യൂരിറ്റീസിനെ കുറിച്ച് പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ ഈ ഗവൺമെൻറ് സെക്യൂരിറ്റീസ് കൊമേഴ്ഷ്യൽ ബാങ്കിൽ നിന്നും RBI റീപർച്ചേസ് ചെയ്യുന്നു, വിച്ച് വാസ് ഓൾറെഡി സോൾഡ് ബൈ ഐദർ RBI ഓർ സെൻട്രൽ ഗവൺമെൻറ്. അപ്പോൾ RBI കൊമേഴ്ഷ്യൽ ബാങ്കിന് നേരത്തെ തന്നെ ഒരു സെക്യൂരിറ്റി കൊടുത്തിരിക്കണു എന്ന് വെക്കുക, സോൾഡ് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ സെൽ ചെയ്തിട്ടുണ്ട് എന്ന് ഉണ്ടെങ്കിൽ ആ സെൽ ചെയ്ത് അല്ലെങ്കിൽ സോൾഡ് ചെയ്ത സെക്യൂരിറ്റീസിനെ റീപർച്ചേസ് ചെയ്യുക, ദ ഗവൺമെൻറ് സെക്യൂരിറ്റീസ്. RBI will repurchase the government securities from commercial banks which was already sold by either RBI or central government. അപ്പോൾ ഈ പർച്ചേസ് മണി ഗോസ് ടു കൊമേഴ്ഷ്യൽ ബാങ്ക് വിത്ത് ഹയർ ഇൻട്രസ്റ്റ്. ഇതാണ് റെപ്പോ റേറ്റ് എന്ന് പറയുന്നത്. RBI increases circulation of money, the credit decreases. Also, repo rate increases, that is higher dividend, only deals with government securities. അപ്പോൾ repo rate government securities മാത്രമേ ഡീൽ ചെയ്യുള്ളൂ. അപ്പോൾ RBI to commercial bank ആണ് repo rate, and the same reverse manner ആണ് reverse repo rate. ഇപ്പോൾ reverse repo rate means RBI sells government securities to the commercial banks. ഈ സെൽ ചെയ്ത
RBI commercial banks and government securities sell ചെയ്യുന്നതാണ് റിവേഴ്സ് റെപ്പോ റേറ്റ് എന്ന് പറയുന്നത്. ആൻഡ് ദ കൊമേഴ്ഷ്യൽ ബാങ്ക് ഗീവ്സ് ദ അതർ ബാങ്ക്സ് ടു. ഇറ്റ് ഈസ് വൺ വേ. പക്ഷേ റിപ്പോ റേറ്റ് എന്നുള്ളത് റിവേഴ്സ് റിപ്പോ റേറ്റ് എന്നുള്ളത് ടു വേ ആണ്. Also, it is an action to control the inflation with low interest. Once again, the reverse repo rate is RBI sells government securities to the commercial bank, and repo rate means the already sold government securities was repurchased by RBI. That is repo rate. Next is lending policies. There are two types, cheap money policy and dear money policy. What is cheap money policy? The cost of getting credit made cheap and money is available in plenty. അപ്പോൾ നമ്മൾ ഒരാളുടെ നിന്ന് കടം വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ പലിശയ്ക്കാണെന്നുണ്ടെങ്കിൽ ആരാണോ കുറഞ്ഞ പലിശ കൊടുക്കുന്നത് അവരുടെ അടുത്ത് തന്നെ നമ്മൾ ഈസി ആയിട്ട് നമ്മൾ കടം വാങ്ങിക്കുക. ദാറ്റ് ഈസ് cheap money policy. The cost of getting credit made cheap and money is available in plenty. Dear money policy is when the cost of getting credit is increased and the availability to get money reduced is known as dear money policy. That is, credit availability will be reduced when the interest rate become higher. Due to demonetization, banks will follow cheap money policy because of financial inclusion. ഓക്കെ, ഇപ്പോൾ നമ്മുടെ മണി ഡിനോമിനേഷൻ എടുക്കുന്ന സമയത്ത് 86% എമൗണ്ട് ഓഫ് സർക്കുലേഷൻ ഹൈ ഡിനോമിനേഷൻ നോട്ട്സ് ആയിരിക്കും. 40% amount of circulation is low denomination. Just it's a fact. Next is regional rural banks. Regional rural banks are profit motive, started to provide credit and deposit facilities to small and marginal farmers, agricultural laborers, artisans and small entrepreneurs. They are also commercial banks. ഇപ്പോൾ ചെറുകിട വ്യവസായ അല്ലെങ്കിൽ ചെറുകിട രീതിയിലുള്ള സ്കിൽസ് ചെയ്യുന്നവർക്കാണ് ഇത് ഈസി ആയിട്ട്, ബിക്കോസ് ഇറ്റ് ഈസ് പ്രോഫിറ്റ് മോട്ടീവ് ഫോർ ദം. നെക്സ്റ്റ് ഈസ് കോഓപ്പറേറ്റീവ് ബാങ്ക്സ്. Cooperative banks are non-commercial banks. They aim at welfare of their member rather than the profit motive. അപ്പോൾ ആ മെമ്പറിൻ്റെ വെൽഫെയറിന് വേണ്ടിയിട്ട് മാത്രമായിരിക്കും അത് they play a vital role rather than profit motive. പക്ഷേ റീജിയണൽ റൂറൽ ബാങ്ക്സ് പ്രോഫിറ്റ് മോട്ടീവ് ആണ്. And also in cooperative banks, the amount required as profit, right, that is shared between the members. Next is, what is the difference between cooperative bank and the state bank? Is the membership. The state bank do not need membership, but cooperative bank need membership for the citizen. അത് ഡീൽ ചെയ്തവർക്ക് അത് ക്ലിയർലി it may be easy to understand that we need membership for starting an account or dealing it with state bank. They do not, when we deal with cooperative bank we need membership, but on the other hand the state bank do not need membership. In relation to credit, there are two types of market. First is capital market and gilt-edged market. Capital market providing for long term and gilt-edged market is dealing with government and semi-government securities. It has fixed rate of interest. The government has fixed rate of interest and semi-government means it do not have fixed rate of interest. It either may be profit or loss. So that is the difference between government and semi-government. So capital market is providing long-term loans and gilt-edged is dealing with government and semi-government securities. What is private and non-nationalized bank? Private banks or non-nationalized bank is the Industrial Credit and Investment Corporation of India. That is ICIC. It formed in 1955. It's sponsored by World Bank. The non-nationalized bank is sponsored by World Bank. It is for promotion of new industries to assist expansion and modernization of existing industries and to furnish technical aim and increase production and employment.
So when we promote new industries, new industries വെൽക്കം ചെയ്യുന്ന സമയത്ത് ഓൾറെഡി എക്സിസ്റ്റ് ചെയ്തിട്ടുള്ള ഇൻഡസ്ട്രീസിനെ നമുക്ക് മോഡേണൈസ് ചെയ്യാൻ പറ്റും. ഓൾസോ അത് നമുക്ക് വിപുലമാക്കാൻ എക്സ്പാൻഡ് ചെയ്യാനും പറ്റും. വൈ വി ആർ ഡൂയിങ് ദിസ്? ടു ഫർണിഷ് ടെക്നിക്കൽ എയിം ആൻഡ് ഇൻക്രീസ് പ്രൊഡക്ഷൻ ആൻഡ് എംപ്ലോയ്മെൻറ്റ്. അപ്പോൾ ഇതിനൊക്കെ ഇത് ഹെൽപ്പാണ്, ഈ ബാങ്ക്സ് ഹെൽപ്പാണ്. നെക്സ്റ്റ്, ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, IDBI. It is established in 1954, provides loans and refinance. Next, Small Industries Development Bank of India. It started in 1990. It gives loans to small scale industries. Next is Exim Bank, that is Export Import Bank. It started in 1982 to provide financial assistance to export and imports. Next is SEBI, Security Exchange Board of India. SEBI ne kurichokka mostly questions ചോദിക്കാറുണ്ട്. So SEBI full form, Security Exchange Board of India. It regulates stock market. It set up in 1988 and become a statutory body. Statutory body means established by law. Statutory body നമുക്ക് പൊളിറ്റിയിൽ നോക്കുന്നുണ്ട്. It becomes statutory body in 1992. Next is fiscal policy. We will take it in next video. Thank you.